Hortus Malabaricus, Heritage International Exotic Aqua Pet Show and Mango Fest. പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ, വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച. ഗ്രേ പാരറ്റ്, സെനഗൽ പാരറ്റ്, ബ്രോയിഡഡ് പാരറ്റ്, സൺ കോണർ, ജാൻഡെ കോണർ, നദ്യ കോണർ, പേർലി കോണർ, ബ്ലൂ യെല്ലോ സൈഡഡ്, ഗ്രീൻ ചീക്ക്, ബ്ലൂ മോങ്ക്, റെയിൻബോ ലോറിക്കീറ്റ്, റെഡ് കളർഡ് ലോറിക്കീറ്റ്, 5 type finch, ferret, sugar glider, hedgehog, python, iguana red, iguana green, 5 type pheasant, 5 type rare fancy hen, 5 type rare pigeons, turkey, tarantula spider. വരിക, ആസ്വദിക്കുക. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 60 രൂപ, കുട്ടികൾക്ക് 40 രൂപ. മെയ് 21 ആരംഭിക്കുന്നു. ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ. KVVS തോപ്പുംപടി യൂണിറ്റ് വാർഷിക ആഘോഷം നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തോപ്പുംപടി സെൻട്രൽ യൂണിറ്റിന്റെ 20ാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പ് സമ്മേളനവും ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ് ഉദ്ഘാടനം ചെയ്തു. വിഷയം എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷനിലാണ് നിങ്ങളുടെ ലൈസൻസ് പുതുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് 2024 കോർപ്പറേഷൻ ലൈസൻസ് പുതുക്കാൻ ഒരു അഫിഡവിറ്റും നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്നും മേടിക്കാതെ ലൈസൻസ് പുതുക്കി തരാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ പൊതുയോഗത്തിൽ നിൽക്കുന്നത്. എന്താ അഫിഡവിറ്റിന്റെ കുഴപ്പം? അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പൊ പറഞ്ഞ പോലത്തെ കാര്യങ്ങളല്ല. 3ാമത്തെ ക്ലോസായി എഴുതി ചേർത്തിട്ടുണ്ട്, എന്റെ സ്ഥാപനത്തിൽ ഞാൻ 3 വേസ്റ്റ് ബിന്നുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തിനാ 3 വേസ്റ്റ് ബിൻ? ഒരെണ്ണം അപകടകരമായ മാലിന്യം നിക്ഷേപിക്കാൻ, 2ാമത്തത് ജൈവ മാലിന്യം നിക്ഷേപിക്കാൻ, 3ാമത്തത് അജൈവ മാലിന്യം നിക്ഷേപിക്കാൻ. അങ്ങനെ അറിഞ്ഞായിരുന്നു ആരെങ്കിലും ഇങ്ങനെ സാധനം വേണമെന്ന് ലൈസൻസ് എടുക്കാൻ? അതുവരെ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇതിന്റെ 2ാമത്തെ വരിയിൽ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട് ആർക്കൊക്കെ നിക്ഷേപിക്കാനാണ് ഈ ബിന്നി സ്ഥാപിക്കുന്നത്. 1ാമത്തത് എന്റെ ജീവനക്കാർക്ക്, ഓക്കെ, കുഴപ്പമില്ല. 2ാമത്തത് ഉപഭോക്താക്കൾക്ക്, കുഴപ്പമില്ല, അംഗീകരിച്ചു. 3ാമത്തത് പൊതുജനങ്ങൾക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ പൊതുജനങ്ങളുടെ മാലിന്യം ശേഖരിക്കേണ്ട മാലിന്യ ശേഖരണ കേന്ദ്രമാക്കി മാറ്റണം എന്ന സർക്കുലർ. കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KV ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ്, സെക്രട്ടറി KA ജോസഫ്, കൊച്ചി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PC സുനിൽകുമാർ, യൂണിറ്റ് പ്രസിഡന്റുമാരായ റിജൻ ഡെബല്ലോ, റാഫേൽ സേവ്യർ, ഡാനിയൽ ആന്റണി, യൂത്ത് വിംഗ് ജില്ലാ ട്രഷറർ S കമറുദ്ദീൻ, യൂണിറ്റ് ഭാരവാഹികളായ PL ജോൺ, KM റഫീഖ്, ജോസഫ് ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ആവശ്യങ്ങൾക്കൊക്കെ മറുപടി പറയാനായിട്ട് നമ്മുടെ ജില്ലാ നേതാക്കളും എത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ കൊച്ചി മണ്ഡലം നടത്തുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നമ്മളുടെ യൂണിറ്റിൽ നിന്ന് ഒരു 61 അംഗങ്ങൾ ചേരുണ്ടായി. ചില ആൾക്കാരൊക്കെ ഇത് മരണോഹരിയായിട്ട് 100 രൂപ വിൽക്കുമായിരുന്നു. അതിൽ ചില ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് നമ്മുടെ അടുത്തൊരു സുഹൃത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾക്ക് കൊണ്ടുപോയിട്ട് 100 രൂപ കൊടുക്കാൻ പറ്റുകയില്ല. ഇതിൽ ചേർന്നവർക്ക് നമ്മളുടെ ഒരു സഹായമായിട്ട് 1 ലക്ഷം രൂപ കൊച്ചി മണ്ഡലം കൊടുക്കുകയാണ്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ തോപ്പുംപടി.